എടേ എന്താടാ പൊക്കാത്തവര്? താഴെ EMS ഉണ്ടല്ലോ. സൈസ് കൂടിയെന്നോ? എന്തിന്? റിഫ്രഷ് സ്കിന്നാ? ആ 255. അതെ അതെ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇനിയുണ്ട്, മൊത്തം 6 കേസ് ഉണ്ടായിരുന്നു. 6 പേര് ചത്ത് കേട്ടോ. നമ്മള് മാത്രല്ല, ഇത് സ്നൈപ്പൊക്കെ ചത്ത്. ഇത് കൂട്ടമരണം. TV ഓൾ ഡൗൺ. സാറേ ഈ ബാക്കി ഇനി സാറേ ബോഡി, ആരെങ്കിലും ഓക്കെയല്ലേ? ഉണ്ടോ? ഇത് കണ്ണാപ്പി ഉണ്ടായിരുന്നു സാറേ. ഞാൻ കണ്ണാപ്പിയാ വന്നത്. ഇത് ഈ ബോഡി എവിടെ നിന്ന് ഓക്കെ, വന്നേ? ഇത് മുകളിലുണ്ടായിരുന്നു. ആണല്ലേ? കൂട്ടത്തിലുള്ള കുറെ പേരുണ്ട് മുകളിൽ. വേഗം പോയി. ആ സാറേ ഓക്കെ അല്ലേ? സ്നൈപ്പേ ഗോഡ ഇനി 2 പേരും സാറേ, ഒരു 2 പേരും ജർമ്മൻ കണ്ണാപ്പി എന്ന് പറഞ്ഞൊരു ഐഡി ആണ് പയ്യുണ്ടായിരുന്നു. അറിയാത്ത. അവനൊരു പണ്ടത്തെ HDR കഥയും പറഞ്ഞു പോയത്. ഐഡി അറിയത്തില്ല ഗോഡി. 2 ഇവിടെന്നൊക്കെ പേരും. ചാടിയുള്ള ഒരവസ്ഥയാണ്. സ്നൈപ്പേ 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 കുട്ട സ്നൈപ്പേ, ആ വന്നു പോലെ ഞാൻ വന്നേ. നീ എങ്ങനെ ചത്തേ? പക്ഷെ വരുന്നില്ലെന്തോ വിളിച്ചിട്ട് അതാ അത് വലിയ കാര്യോടാ. ഞാനേ ഇറ്റാച്ചിനെ രക്ഷിക്കാൻ വേണ്ടി ഇവിടെ നീ 2 എങ്ങനെ കേസും കൂടെ ഉണ്ട്, നിങ്ങള് 2 കേസും അതാ അവര് അത് പറഞ്ഞുതരാം. കണ്ണാപ്പി കൊണ്ട് കുടിയിലിട്ടല്ലടാ എന്നെ. EMS പറഞ്ഞൊരു 7-8 മരണം അവിടെ ഉണ്ടെന്ന്. കംബാക്ക് ഈസ് അല്ലല്ല, റിയൽ മോനെ. ഗോഡിനെ ഈ ഭരിക്കാൻ അറിയില്ല. വേണ്ടിട്ടായിരുന്നു. എടാ മന്ദാരം, എടാ നീ എന്ത് കള്ളനാടാ. എടാ വാല, ആ എന്നെയും സാവേജിനെയും പെണ്ണുണ്ണികൾ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പറയാ നീ സാവേജ് പെണ്ണുണ്ണികളാ. എന്നിട്ട് ഞാൻ നോക്കുമ്പോളേ അവൻ എന്നിട്ട് പറയാ എടാ എനിക്ക് 2 ഡ്രസ് പറഞ്ഞുതരൂ, എനിക്ക് ആരാ ആരാ ആരാ? നീല് നീല്. നീലോ? ഇത് സമ്മതിച്ചു കൊടുക്കണോടാ വാല. നീലും പെണ്ണുണ്ണിയാണോ? എസ്റ്ററിനെ ഇഷ്ടമാണ്. അതും വേറെ ആരെയും കിട്ടില്ല പിന്നെ എസ്റ്റർ. എസ്തർ ആരാ? എടാ മറ്റേ നമ്മുടെ ലേഡി എസ്റ്റർ ഓർമ്മയില്ലേ? ആ എസ്തറിന് എസ്തറിന് ഇവനെ ഇഷ്ടോ? അല്ല, നീലിനെ എസ്റ്ററിനെ ഇഷ്ടമാണ്. ശ്ശോ, ചെറുക്കനൊക്കെ സം- നശിച്ചില്ലോടാ. വല്ല നശിച്ചു സമ്മതിച്ചു പോയല്ലോടാ. കൊടുക്കണം. എടാ നമ്മുടെ കണ്ണാപ്പി എന്താ? ആ, വാ, വാ. എടാ വാല മറ്റേ മറ്റേ ഡയലോഗ് അടിക്കണോട്ടാ വാല. ഏത് ഏത് ഏത്? പണ്ട് മൂക്കല് ഒളിപ്പിച്ചിടുന്ന ചെറുക്കനെ ഇപ്പൊ ഒരു പെണ്ണയെന്നൊക്കെ എന്റെ ആരോട്? നീലിനോടോ? നീലോട് ഞാനൊരു കാര്യം പറഞ്ഞ സ്നേഹിപ്പ, അവൻ TV കെട്ടി ഇതുവരെ അവന്റെ സൗണ്ട് പോലും കിട്ടിട്ടില്ല, സംസാരിച്ചിട്ട് പോലും ഹൈ പോലും പറഞ്ഞിട്ടില്ലടാ പുറത്തു പോലും. ഇപ്പഴേ ഞാൻ ഓർത്തത്. ഡയലോഗ് പറക്കല്ലേ പെണ്ണീന്റെ ഡാ നീലേ, ഡാ മൂക്കളെ വലിപ്പിച്ച് നടന്നല്ലടാ നീ. വലിയ പയ്യനല്ലടാ അത്. ഫ്രണ്ട്. ഞാൻ നിന്റെ കാര്യം പറഞ്ഞ. ആരെ? നീലേ ആ പണ്ട് മൂക്കളെ വലിപ്പിച്ച് നടന്നല്ലടാ ചീഫ്. നിന്നെ ആദ്യം ഇപ്പഴാണല്ലോ കാണുന്നത്. നീ നമ്മളെ TV കേറിട്ട് നമ്മളെ മൈൻഡ് പോലും ചെയ്തില്ലല്ലോടാ നീല. എന്താ എന്താ മീല ഇതൊക്കെ? ബാലിനെ കാണുന്നതിന് മുമ്പ് ഒരു പെൺകുട്ടിനെ കാണുന്നില്ലേ വാല? വാലിനെ കാണുന്നതിന് മുമ്പ് ഒരു പെൺകുച്ചിനോട് നടക്കുന്ന ബാലിനെ എവിടെയെന്ന് ഇവൻ അന്വേഷിച്ചോടെ. അതാണ് അതാണ്. ചതിക്കല്ലേ 2 പിക്കപ്പ് ലൈൻ പറഞ്ഞു. എന്തായിരുന്നു? എന്തായിരുന്നു ആദ്യത്തെ? എന്തായിരുന്നു? ടച്ചിങ്സിന്റെ മിക്സ്ചർ, KVയിലുണ്ട് ഫെക്സ്ചർ, നീയാണ് നിന്റെ എസ്തർ. നീ എന്തിനാടാ എന്നെ അടിക്കുന്നതിന്? രണ്ടാമതൊരെണ്ണം പറഞ്ഞു, നിന്റെ പേര് എസ്തർ, തരട്ടേര് ലവ് ലെറ്റർ, പോവാൻ നമുക്ക് ഹണിമൂണിന് മാഞ്ചസ്റ്റർ. എടാ നമ്മള് പറഞ്ഞത് സത്യം തന്നെ. ഇപ്പോഴും മറ്റേ മൂക്കൾ ഒലിപ്പിച്ച് കിടക്കുന്ന പയ്യൻ തന്നെ ഇല്ലടാ. ഒരു വ്യത്യാസമില്ല. എന്തുവരടി ചാടണ്ടേ? എസ്തറിന് എന്താണ് നടു വിളിക്കിരിക്കണോ? ഇല്ല, നടത്തിക്കൊരു പ്രശ്നം. എന്താ പ്രശ്നം? നടത്തിക്കൊരു നടു വിളിക്കുക പോലെ അല്ലേ സ്നീപ്പേ? അങ്ങനെ വല്ലതും തോന്നും. എങ്ങനത്തെ ഒരു ഇതുണ്ട്. സ്വാഗാണോ കാണോ ഇതൊക്കെ? സ്നേഹിപ്പ മന്ദാരൊക്കെ മന്ദാരൊക്കെ ഇടറാമോ സ്നേഹിപ്പേ? എസ്തറിനെയൊക്കെ ഞാൻ പണ്ടങ്ങാണ്ട് കണ്ടതാ, പിന്നെ ഇപ്പഴാ കാണുന്നത്. നീ ബിസിയല്ലേ? ലൈഫല്ലേ എസ്തറ? മസിലൊക്കെ വരുമ്പിച്ചാണല്ലോ നടക്കുന്നത്. പിന്നെ കുറച്ചു നാള് ജിമ്മിലൊക്കെ പോയി. കുത്തിവെപ്പാന്ന്. പിള്ളേർക്ക് സാധനം വളർത്തില്ല, മനസ്സിലായ? പ്രായമാണ്. സ്ലീപ്പർ ബിൽഡാന്ന്, ഷർട്ട് ഊരാത്ത മനസ്സിലായ? ഒന്നൂരി കാണിച്ചു. എടാ മന്ദാരം ഉണ്ടോ ഇവിടെ? മന്ദാരം മന്ദാരമൊക്കെ വീട് മരിച്ചെന്നാന്ന് പറഞ്ഞത്. പറ.
എന്റെ എസ്റ്ററിനെ ഞാൻ കാണുന്ന വെച്ച് കഴിഞ്ഞാൽ വില്ലിയില്ലേ നമ്മടെ ആ ഒയ്യോ വില്ലീനെ സെറ്റാക്കാൻ വില്ലി എന്റെ അടുത്ത് പറഞ്ഞിട്ട് വരുന്നത്. ഇപ്പൊ ഞാനോ നീല് ബ്രോ അനാവശ്യം പറയല്ലേ. ഞാൻ എവിടെ വെച്ചാ കണ്ടേ? നീ ഒപ്പനല്ലടാ. വില്ലിയുടെ കൂടാണോ ആയിരിക്കണം? എവിടെടാ മന്ദാപ്പി? സാവേജും കൂടി വന്നു അങ്ങോട്ട് സെറ്റ്. സാവേജ് വന്നു? സാവേജ് ഉണ്ടോ? ഇവിടന്ന് ചാടാൻ പറ്റുണ്ടോ? ആ ഇവിടന്ന് ചാടാം. ഇതിനകത്ത് കേറിയിട്ട് ഇങ്ങോട്ട് കയറണം. നിന്നെ കൊല്ലാൻ അവര് വരട്ടെ. എന്തോ ഇങ്ങോട്ട് വാ ചാടാ. പാരച്യൂട്ട് ഉണ്ടോ ചേട്ടാൻ? പാരഷൂട്ട് തരാം. കുട്ടിങ് ഒന്നും ഒരു കാര്യം നിക്ക് പറയട്ടെ. നിക്ക് പാരഷൂട്ട് തരാം. സ്നൈപ്പിന്റെ ഉണ്ടോ? എന്റെ ഇല്ല എസ്റ്ററെ. നീലിന്റെടാ പാരച്യൂട്ടൊക്കെ. എന്റെ മുന്നിക്ക് എന്താ നിന്റെ ഒരു വൃത്തികെട്ട ചിരി നിനക്ക്? എടാ നീ എന്നെ ഒന്നുമില്ലല്ലോ നീല, നീ എന്നെ ആദ്യമായിട്ടല്ലേ നടന്നു? ഒരു ഹായ് പോലും നീ പറഞ്ഞില്ലല്ലോ. ഇല്ല നമ്മളെ കണ്ടിട്ടുണ്ട്. നമ്മളെവിടെ കണ്ട്? ഞാനിപ്പഴാ നിന്നെ കാണുന്നത്. 2-3 ദിവസം മുന്നേ ഞാൻ കണ്ടായിരുന്നു. ഞാനൊക്കെ കണ്ടില്ലേ? ആ മീനുട്ടി. ആ മീനുട്ടി വീണ് റെഡിയായിരുന്നു. ഒരു മിനിറ്റ്. എടാ മീനുട്ടിയുടെ വീട് എവിടെയാടാ സ്നൈപ്പേ? എനിക്കറിഞ്ഞൂടാ. ആ നിനക്ക് വീടും കൂടിയൊന്നുമില്ലടി. ആ വീട് വാങ്ങിച്ചു തരാം. വരുമ്പോഴേ ഞാൻ ഒരെണ്ണം വാങ്ങിച്ചോണ്ട് വരാം. ആ മീനുട്ടിയുടെ വീട് ചില്ലാടില്. ആ അത് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചോണ്ട് വരാന്ന് വരുമ്പോ സെറ്റാക്കാം. ഓൾ സെറ്റ്. ഞാൻ തന്നെ ഇവരെ വണ്ടി കയറിയല്ലേ പോയത്. എടാ നീ എടാ കണ്ണാപ്പി പുരാന്തൻ അവിടെ പോയിടാ. അവൻ ഇപ്പഴും ചത്ത് കിടക്കണോ അവിടെ? എടാ എടാ സ്നൈപ്പേ. എടാ വാര നിനക്ക് നീലിന് ഓർമ്മയില്ലേ? ഇല്ല എനിക്കറിയത്തില്ലടാ. എടാ മറ്റേ T47 മാറില് നമ്മള് ചത്ര എടാ ഗൊഗൊ ഇവനാണോ? അവരാതിവനൊന്ന് കാണട്ടെ. അവനൊന്ന് കാണട്ടെ. എടാ നീലേ, എടാ കഴിവേറ് നീയാണല്ലേ അന്ന് വാറില് ഗൊഗൊ പറഞ്ഞേ? അത് വേറെ 2-3 പേര് പറഞ്ഞു. അല്ലല്ല നീ ആ ഗൊഗൊ ഒന്ന് പറഞ്ഞ സൗണ്ട് കേട്ടാ എനിക്ക് മനസ്സിലാവല്ലോ. ഇങ്ങനല്ലല്ലോ അന്ന് പറഞ്ഞത്. നീ കറക്റ്റ് ഗൊക്ക് പറഞ്ഞത് ഞാനല്ല, അത് വേറൊരു പയ്യനാണ്. അവ ഇല്ലാത്തോണ്ട് 3ാമത്തെ പ്രീവാറിൽ ഞാൻ പറഞ്ഞു. ആണല്ലേ? ഞാനവിടെ വെറുതെ ചത്ത് കിടക്കും. അവിടെ വന്നിട്ട് ഗൊഗ അതിലാണ് എനിക്ക് അങ്ങോട്ട് കലിപ്പ് വന്നത്. ഇപ്പൊ ഉണ്ടല്ലേ നീ എവിടെ നീ അവിടെ കിടക്കട്ടെ. ക്യാരി ചെയ്യണ്ട പോട്ട്. അതെങ്ങനെയാ ക്യാരി അടിക്കുന്നത്? ഞാൻ ബഗ്ഗ കളിയാ. അത് നീ താഴേന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് തിരിച്ചു കയറി വന്നാൽ മതി. എനിക്കുണ്ടായിരുന്നല്ല. ഒന്നുകൂടെ പുറത്തിറ മീൻസ് ഗെയിമിന്നല്ല, ഈ ലൊക്കേഷൻ ഈ ബിൽഡിങ്ങിൽ നിന്ന് ആ മലയിലോട്ട് പോവാ തിരിച്ചു വരിക. എന്താ സാറേ എന്താ നീന്റെ ഒരു ചുറ്റിക്കളി? സാധനം പറട്ടാ. ആ പറ. സ്കൂളിലുണ്ട് ഡെക്സ്റ്റർ, ആ ടൂർണമെന്റിനൊന്ന് ഫിക്സ്ചർ. നീയാണ് എന്റെ എസ്തർ. കൊള്ളാവോ? നേരത്തെ നീ പറഞ്ഞ നീ ഇത് വേറെ സാധനം. ഈ പിക്കപ്പ് ലൈനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ പെണ്ണൊന്നും സെറ്റ് ആവത്തില്ലല്ലോ. ഉള്ള കാര്യം ഞാൻ പറയാം. എന്റെ കാലൊക്കെ വേറെ അതില് പറഞ്ഞ റിസോ ഇതൊക്കെ അറിയണം. കുട്ടിയുണ്ട്, കുട്ടിയുടെ അമ്മ ആവാനത് ചോദിക്കാൻ പറ്റൂല. ഞാൻ കണ്ടായിരുന്നു. കുട്ടിയുണ്ട്, കുട്ടിയുടെ അമ്മ ആവാനാ? ഇതിന് എന്തൊരു കുട്ടിയാ? കുട്ടിയുടെ പേരും മറന്നു പോയില്ല. ബാലൻ. അത് നമ്മളെ ലെവലിലല്ലോ നോക്കണ്ട. ആ നമ്മള് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ ലെവൽ അനുസരിച്ച് വേണം പറയാൻ. ആ കൊച്ചു വേണം. ഇത് സിഗ്മ. എടാ നിനക്ക് 6-9 ആണ്. ഞാനത് സ്പീഡിൽ നടക്കുന്നല്ലേ? എടാ ഇത് കറക്റ്റ് കുണ്ടനടാ. ആ ഇപ്പൊ കൊള്ളാം. എടാ ബാക്കിയുള്ളവന്മാരൊക്കെ എവിടാ? എടാ നിങ്ങളൊക്കെ എവിടാ? ചില്ലാടി വാ. എടാ ചില്ലാട് വാടാ. എവിടാടാ? നമ്മളിതാ ഇവിടെ ചില്ലാടിലുണ്ട്. കുന്തളിപ്പ് ആയിരിക്കും. മന്ദാരത്തിനാ ഭയങ്കര കുന്തളിപ്പല്ലേ അവന്?
ആര് ചാടാ ചാടാ അനിയൻ പക്ഷെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയില്ല, എസ്കറെ പോലത്തെ ഒരു സിഗ്മ ഗേളിനെ സിറ്റി കണ്ടിട്ടില്ല. മിക്കവാറും നാളെ തന്നെ എസ്തർ ആരെങ്കിലും സെറ്റ് ആയി ഇങ്ങനെയാണെങ്കിൽ സ്നൈപ്പിന്റെ നാക്കാണേ അങ്ങനെ. ആ ഇതാര് സുന്ദരിയുടെ ഗേൾഫ്രണ്ടോ? സുന്ദരി നീയും സുന്ദര ഞാനും. നമ്മളൊക്കെ ഇച്ചിരി പവർ കൂടിയ ആൾക്കാരുണ്ടേ, കണ്ണിനങ്ങനെ പിടിക്കാതെ തരത്തില്ല. ഈ പെണ്ണിനെ ഇപ്പൊ ഫോണിൽ കിടന്ന് വിളിക്കുന്നത് വണ്ടി കയറ്റാൻ നോക്കുന്നത്. വണ്ടി കയറ്റാത്ത സ്ഥലമുണ്ട്, അവനും ഉണ്ട് അവന്റെ ഒരു ഡ്രോഗറും ഉണ്ട്. വണ്ടിയായിട്ടാണ് എടാ നീ എന്റെ H2 കഥയും പറയാതെ ഇങ്ങോട്ട് വേഗം വന്നേ, ഞാൻ മണ്ടയിലെത്തി. നീ എൽപ്പിട്ട് വിളി, ഞാൻ 1.5 മണിക്കൂർ വിളിച്ചിട്ടാണ് എന്നെ പൊക്കിയത്. നിന്നെ രക്ഷിച്ചപ്പോ ആളെ സ്നൈപ്പേ, ഞാൻ ഒരു കാര്യം പറഞ്ഞ സ്നൈപ്പേ, ഇനി വന്നേ. ഞാൻ 2 ദിവസമായിട്ട് സിറ്റി കയറിയിട്ട് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാല് സിറ്റിയിലെ എല്ലാരും പെണ്ണുങ്ങളുടെ പുറകിലാണ്. അപ്പൊ എന്താന്ന് വെച്ചാല് വേറെ പ്രശ്നമൊന്നുമില്ല, ഞാൻ പെണ്ണുങ്ങളുടെ പുറകെ പോണം. എനിക്ക് അതെ ഏട്ടാ, നിങ്ങളൊക്കെ ഇങ്ങനെ പെണ്ണുങ്ങളുടെ പുറകെ ഇങ്ങനെ പോകുമ്പോ എനിക്കൊരു പെണ്ണില്ലെങ്കിൽ എനിക്ക് വിഷമാവൂലടാ. നിന്റെ കൂടെ ഞാൻ സ്വാവേജി ഇടത്തും വരത്തുള്ളപ്പോ പെൺകൊച്ചിനെ സെറ്റ് ആക്കണ കാര്യം നീ നമ്മളോട് പറഞ്ഞാ പോരെ, അസിസ്റ്റ് ചെയ്ത് നമ്മള് അവരത് ഞാൻ വിചാരിച്ച് നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ പാല പെണ്ണെന്ന് ചോദിക്കാൻ പറ്റുമെന്നാ ഞാൻ വിചാരിച്ചേ. ഒരു കാര്യം പറയട്ടെ, മാമാപ്പണിയും തുടങ്ങിയല്ലടാ സ്നേഹിപ്പ നീ. ഇപ്പൊ പെൺകൊച്ചില്ലെങ്കിൽ പിന്നെ ഭാവിയിൽ പെൺകൊച്ചില്ല. അതെനിക്ക് മനസ്സിലായല്ലോടാ, കാരണം ഇപ്പൊ ഒരു തെണ്ടി തന്നെ 10 പേരെയൊക്കെ അല്ലേ. എവിടെ ചെന്ന് ഒരു പെണ്ണിനെ പരിചയപ്പെട്ടാലും ഇങ്ങനെയൊക്കെയാണ് എന്നോട് വന്ന് പറയുന്നത്. എന്നിട്ട് ആ കൊച്ചിനോട് സംസാരിച്ചിരിക്കുന്നില്ലേ? അത് സ്നൈപ്പ് ഉമ്പിച്ച കൊച്ച് അടുത്തത് മിസ്മയായിട്ട് സെറ്റ് ആവുന്നു. എന്താ കഥ? കണ്ടപ്പോളെ കോക്കിന് ക്രഷ് അടിച്ചെന്നാ പറഞ്ഞേ. ഗോകുന്റെ ആണ് എനിക്ക് മനസ്സിലാത്തത്, എങ്ങനെ ഇത്ര സെറ്റായി? ആ എവിടാ എടാ, ഇനി ബിൽഡിങ്ങിൽ നിന്ന് ഇറങ്ങിയ ഇനി ബിൽഡിങ്ങിൽ നിന്ന് ഇറങ്ങാൻ മൗണ്ടേനിൽ പോവാ, തിരിച്ചു വരാ. ശരിയോ? കേക്കാം വില്ലുമനെ കേക്കാം. നീ മറ്റേ ബിൽഡിങ്ങിന്ന് പുറത്തോട്ട് പോയിട്ട് തിരിച്ചു വന്നാ മതി. ആ കോച്ച് ഇതാരാ, പുതിയ ഗേൾഫ്രണ്ട് ആണോ? സ്നൈപ്പിന്റെ ഗേൾഫ്രണ്ട്? വാട്ട്സ് യുവർ നെയിം കുട്ടി? ലൈറ. ലൈറ പിങ്ക് മുടിയല്ലായിരുന്നു ലൈറക്ക് ഇന്നലെ? അല്ലല്ലേ, ഓക്കെ ഓക്കെ, അപ്പൊ എനിക്ക് തെറ്റിയോ. എടാ ഇപ്പം നീലിന്റെ പ്രപ്പോസൽ കാണാനാണ് ഇത്ര ആൾക്കാർ ചില്ലാടിലോട്ട് കയറി വന്നേ. അല്ലല്ല, പിന്നെ 2 സെയിമല്ലേ? എടാ പിള്ളേര് പറയുന്ന എനിക്ക് പെണ്ണ് വേണമെങ്കിൽ എടാ സ്നൈപ്പ്, പിള്ളേര് പറയുന്ന എനിക്ക് പെണ്ണ് വേണമെങ്കിൽ ഓറയുള്ള പെണ്ണ് വേണോന്നൊക്കെയാണ് പറയുന്നത്. ചെയ്യാനാടാ അതെ, നീ അങ്ങ് നോക്കിയാ മതി കേട്ടോ ലോറേനൊക്കെ. ദേവക്കുട്ടിയായല്ലോ. എന്നാ നാളെ 2 പാട്ട്. എന്താടാ പറഞ്ഞ? ദേവക്കുട്ടി. ആ ദേവക്കുട്ടി മനസ്സിലാവുന്നുണ്ടാ സ്നേഹിപ്പേ? എന്നാ പിന്നെ നിനക്കങ്ങ് നോക്കിക്കൂടെ അത്ര ഉള്ളൊരു വെച്ചനെ? അല്ല നിങ്ങളുടെ ലവ് സ്റ്റോറി എങ്ങനെയായിരുന്നു ഇത്രയും ഫാസ്റ്റ്? ഈ കൊച്ചിനെ എന്നെ ഇഷ്ടമായിരുന്നു, ഇഷ്ടമായിരുന്നു. ലൈറ അത്രയ്ക്കും കഴിവ് അല്ല, ഐ മീൻ അത്രയ്ക്കും എന്താണ് ഇവനിൽ ഉള്ളത് മനസ്സിലാവുന്നില്ല. ആ വണ്ടിയൊക്കെ പൊട്ടിയടേ, പൊട്ടി തെറിച്ച്. അളി ഞാൻ വണ്ടർലയിൽ പോലും ഇത്ര നിരങ്ങി പോയിട്ടില്ല, അറിയാം ഉള്ള കാര്യം ഞാൻ പറയാം. അതുപോലൊരു നിരക്കുമായിരുന്നു. ഗേൾഫ്രണ്ട് ആവുമ്പോ ഒക്കത്ത് തരണം, അങ്ങനെ നാട്ടുകിടപ്പ് കണ്ടില്ലേ? എന്നിട്ട് എന്ത് എന്ത് അയ്യോ, എന്ത്
കോച്ച് ചാടണ്ടേ നീലേ ചാട്. ചാടണം ബാ ചാടാ. ചാടണം ഇവിടെ അവിടെ നിന്നിട്ട് ചാടിയത് കോച്ച് പാരച്ചൂട്ടിൽ നിന്നൊക്കെ ചാടാൻ അറിയാവോ കോച്ചിന്? ഹെലിപാഡിയും ചാടിയാ മതി. പാരഷൂട്ട് இருக்கா? എനിക്ക് ഇருக்கு തുങ്കളുടെ കൈ ഇറുക്കാ. எனக்கு ஒரு பாராசூட் இருக்குடா. ചാന്തിനെ ആരെങ്കിലും പിടിച്ചോണ്ട് പോയാ ചെറുക്കനാ. ഇതിവിടെ നിന്റെ നച്ചു കൊല്ലുവാ. ചില്ലാട് വരുവാ. ഓല് അവിടെ വണ്ടി കയറി പോവാൻ പോണ്. അയ്യോ പാരെ കൊണ്ട് ചാടാനാണ്. പാരഷൂട്ട് എടുത്ത് പോടാ. ഞാനൊരു കാര്യം പറയട്ടെ, പരിപാടി എപ്പോ തുടങ്ങും? പോട്ടെ. പരിപാടി എപ്പോ തുടങ്ങും സ്നേഹിത? പരിപാടി ഇപ്പൊ ഒരു പരിപാടി അല്ല നീലിന്റെ എന്താ പരിപാടി? കലാപ്രസംഗം എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. ബാലന്ന് ഇങ്ങോട്ടെ ഉം. എടാ നീലേ എന്നെ കൊണ്ട് പാരഷൂട്ട് കുഴി സമയത്ത് ചാടി വെടിവെക്കുന്നവരൊക്കെ വെടിവെച്ച് കൊല്ലാം. നീല അവളെ പാരച്ചൂട്ടിലിട്ട് ചാടുമ്പോ വെടിവെച്ച് പാരച്ചൂട്ട് നിർത്തിടാം. ഇവിടെ പാരച്ചൂട്ടി പോകുമ്പോ വെടി വെച്ച് കഴിഞ്ഞാൽ പാരച്ചൂട്ട് പ്ലഞ്ചം പോവും. തെറ്റി ഇത്രേ ഉള്ളവനെ. പാരച്ചൂട്ടൊക്കെ ഉണ്ട്. ഇതാരാ വിളിക്കാത്ത? നമ്മുടെ വീട്ടിലോട്ട് വിളിക്കാത്തൊരു അതിഥി വന്നല്ലോടാ. ഞാന് വരുണാണോടാ? വരുണാണോ ഇത്? ഇല്ല കില്ലോ വിളിച്ചിട്ടുണ്ട്. നിനക്കതല്ല ഇവിടെ കാണാവോ? ബാലനെ കാണാവാ. എനിക്ക് കാണാൻ പാച്ചൂസിന് 1 കിലോമീറ്റർ അപ്പുറത്ത് നിന്നാലും കാണത്തില്ലേ? അത്രയ്ക്ക് വൃത്തിയായിട്ട് മുടിക്കേണ്ട കളറല്ലേ? വില്യമോൻ പാച്ചൂസിനും മറ്റേ ഇത് പിക്കപ്പ് ലൈൻ കേട്ടായിരുന്ന പറഞ്ഞ വില്യമോൻ പാച്ചൂസ് പറയൂ കേക്കട്ടെ. അതെന്തായിരുന്നു? ചെയ്യാൻ വേണ്ടി പറഞ്ഞ എന്തായിരുന്നു അത്? ടീഡിയത്തില് പറ. ഞാൻ ചേത്തു. ടീഡിയത്തില് വൺ ടൈം പഠിക്കാൻ ഫുൾ മാപ്പില് ഗ്ലൂ വാൾ ഇടാൻ എനിക്കൊരു കുട്ടിയെ വേണം. പാച്ചൂസ് അതില് വീണില്ലേടാ? പാച്ചൂസ് അതിൽ തന്നെ വീണില്ലേ? അയാള് പോയോ? എങ്കിലും എന്താ പിക്കപ്പ് ലൈൻ ഇല്ലോ അത്? എന്താ ഞാൻ നീ പറഞ്ഞ പിക്കപ്പ് ലൈനെ, ഏതാ നീ പാച്ചൂസിനോട് പറഞ്ഞ പിക്കപ്പ് ലൈൻ നമ്മൾ അറിഞ്ഞത്. കഴിച്ച സാധനം ഞാൻ പറഞ്ഞിട്ടില്ല. ടീഡിയത്തില് വൺ ടൈം പഠിക്കാൻ ഫുൾ മാപ്പില് ഗ്ലൂ വാൾ ഇടാൻ എനിക്കൊരു കുട്ടിയെ വേണം. ഇത് ആരും പറയുന്നത് ഗ്ലൂ വാളിനെ ആൽബി കണ്ടിയോ? കോച്ച് ഇങ്ങനെ നടന്നത് കോച്ചേ. പാരഷൂട്ട് இருக்கு. കോച്ച് ഇങ്ങനെ നടന്ന. ഞാൻ കോച്ച് വന്ന സമയത്ത് കോച്ചിന്റെ കൂടെ ഒരു 5-6 ഗേൾസ് കണ്ടപ്പോ ഞാൻ വിളിച്ച് കോച്ച് ആദ്യത്തെ ആഴ്ച ആരെങ്കിലൊക്കെ സെറ്റാക്കി കറക്കി മലത്തി അടിക്കുന്നു. ഇത് മലത്തി അടിച്ചിട്ട് വിട്ട് ഒന്നും നടന്നില്ലല്ലോ കോച്ച്. ഇത് എന്താ കോച്ച് ഇതൊക്കെ? நம்மளுக்கு பொண்ணு இன்னைக்கு ஒரு நாளைக்கு போகும்டா. ഇന്നേക്ക് ഒരു നാളേക്ക് പോകുന്നു. ഇവിടെ എന്താ വലിയ സംഭവം നടക്കാൻ പോടാ? അല്ലെ നീ ബൈക്ക് ഓടിക്കുമ്പോഴേ ഈ കൈ പോക്കറ്റ് ഇടല്ലേ നീ? ഞാൻ എന്താണ് തോളി കയറുന്ന? പിന്നെ ഞാൻ അങ്ങനെ കണ്ടവന്മാരുടെ തോളിലൊന്നും കയറാറില്ല. അത് തന്നെ എന്നെ കാണുന്നു. എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് കാണുന്നില്ല, നിന്നെ വെച്ച് ബാക്കി എല്ലാരും കാണാം. അങ്ങനെയാണോ? തോളി കയറുന്ന സാധനം എന്തായിരുന്നു? മറന്നുപോയി. ടച്ചിങ്സ് മിക്സ്ചർ കേബിലുണ്ട് ഫിക്സർ. അല്ല അതിന്റെ ഇടയിൽ എന്തിനാണ് നീ ഫെക്സറിനെ കൂട്ടിയത്? അത് ചുമ്മാ അല്ല നിന്റെ പിക്കപ്പ് ലൈനിൽ എന്തിനാ ഫെക്സറിനെ നീ കൊണ്ടുപോയി? സ്വരം കിട്ടണ്ടേ? സ്വരം കിട്ടാൻ വേണ്ടി നീ എന്തിനാ അവനെ കൊണ്ടുവന്നു? പോയോ? കൊച്ചവിടെ ഫീഡ്ബാക്ക് ടു. ആ ഓക്കെ, ഇപ്പൊ ശരിയായിക്കോ. പാച്ചൂസ് ഇപ്പൊ കാണാൻ തന്നെ. ആ അത് പറ. ആ കോച്ചിനെ കാണുമ്പോഴേ എനിക്ക് ലെമണ ഓർമ്മ വരുന്നു ഇപ്പോഴും. അത് മറ്റും താനേ ഓർമ്മയുള്ളു. അത് കഴിഞ്ഞ് ഒന്നുമേ ഓർമ്മയത്തില്ലേ. അത് കഴിഞ്ഞ് എന്നെ പറ്റി കോച്ച്. കോച്ച് അന്ന് എനിക്ക് എന്റെ ബലമായ സംശയം കോച്ച് സ്വിമ്മിംഗ് പൂളിന്റെ അവിടെ ഈ പൊസിഷനിൽ തന്നെ അല്ലേ ഇരുന്ന്? ഇങ്ങനെ തന്നെ അല്ലായിരുന്നു ഇരുന്ന്? അതെ എനിക്ക് ഓർമ്മയുണ്ടല്ലോ കോച്ച്. ഇങ്ങനെയാണ് ഇരുന്നത്. ഞാൻ എവിടെ ആയിരുന്നു സത്യം പറഞ്ഞ എനിക്ക് പോലും ഓർമ്മയില്ല. ആ കോച്ച് 2 വഴി. കോച്ച് ഞാനിപ്പോ ജിമ്മിലൊക്കെ പോയി മസിലൊക്കെ ചത്ത
ചത്ത அப்படின்னு பாலன் போனவன். അങ്ങനെ அது കൊച്ച് ഞാനിപ്പോ ഈ ജിമ്മിലൊക്കെ പോയി ഇച്ചിരി ഹെൽത്ത് ഒക്കെ നോക്കുന്നുണ്ട്. ഇപ്പൊ വെള്ളമടിയൊന്നും ഇല്ല കൊച്ച്, അതാണ് ബോഡിയെ കണ്ടില്ല. കണ്ട നീ ഇങ്ങനെ അടിച്ച് നടന്നോടാ. ഞാൻ എന്റെ കാര്യം പറഞ്ഞ, ഞാനിപ്പോ ഹെൽത്തി കിട്ടണേ. பாலா பாலா യെസ് நீ உன்னோட ஸ்ட்ரீம் நான் கண்டு ஓகே முகத்தை கண்டு நீ என்ன പറയാத ജിമ്മ് யார்கிட்ட கதை ജിമ്മ് മസിൽ ദാണ്ടെ ഒരു കുട്ടിയും ഇല്ല അവിടെ കണ്ട് മസില് കോച്ച് എന്താ മസില് കണ്ടല്ലേ കോച്ച് ഇതൊക്കെ എന്താ കോച്ച്. ഞാന് വെള്ളം മടിയൊക്കെ നിർത്തി കാലമല്ലേ, ഞാന് കണ്ണാപ്പി എല്ലാരും ഇപ്പൊ നന്നായി കോച്ച്. அது எதுவும் இல்ல பாலா, இப்ப கண்ணாப்பி பக்கத்துல வந்த ஆடா, அதனாலதான் அப்படி பொய் சொல்ல வருது, வேற எதுவும் இல்ல. ഇല്ല കോച്ച്, നമ്മളൊക്കെ ഇപ്പൊ ഡീസന്റ് ആണ് കോച്ച്. ഞാൻ കാണട്ടെ കോച്ച് തമാശ അല്ല കോച്ച്. ഞാനിപ്പം വെള്ളമടി നിർത്തിയിട്ട് 50 ദിവസവും 22 മണിക്കൂറും കഴിഞ്ഞ് 50ാമത്തെ ദിവസമാണിത്. ഓക്കെ ഓക്കെ പറടാ. എടാ നീലേ പാരച്യൂട്ടിന് നമുക്ക് ഇതിന്റെ വണ്ടിയൊക്കെ നമുക്ക് അടിച്ചോല്ല. എന്തോന്ന് എടാ നീല് ചാട്, നമുക്ക് ഇതിന്റെ മണ്ടയൊക്കെ ഇരുന്ന് മറ്റേ അടിക്കാന്ന്. എന്തോന്ന് പാരച്യൂട്ടിൽ നിന്ന് അടിച്ചിടാന്നാ? ആ സെറ്റ്. ഇപ്പൊ ചാടുക. നിന്റെ മുടി എന്താ ബ്ലാക്ക്? അയ്യോ എന്റെ തോക്കില്ലല്ലോ അടിച്ചിടാൻ. ചെരുപ്പൂരിട്ടെ എന്റെ തോക്കില്ല കേട്ടോ. തോക്ക് ഞാൻ സേഫ് സോണിൽ കൊണ്ട് വെച്ചു. ആ ഊമ്പിച്ചല്ലോടാ എന്നെ അങ്ങ്. തോക്ക് മാത്രമല്ല എല്ലാം കൊണ്ട് കളഞ്ഞ എന്റെ മോൻ കാരണം. ഇത് മനഃപൂർവ്വം ചെയ്യിപ്പിച്ചാണ് എന്നെ കൊണ്ട്. അവരാതി. അയ്യോ ഇതിപ്പോ എന്റെ അമ്മോ ജംസ്കെയർ ആയിരുന്നു അതെനിക്ക്. അളി അതെനിക്ക് ജംസ്കെയർ ആയിരുന്നു. ആ ശരി. എടാ വൃത്തികെട്ട ചെറ്റേ, നീ എന്റെ ലൈഫ് ഞാൻ പേടിച്ച് വിറച്ച് ആ ഒരു സീനില്. റീലോഡ് സ്കിന്നിൽ അടിച്ചിട്ടാണ് ഇപ്പൊ വന്നത്. എന്താടാ മന്ദാരം? ആ കുഴപ്പമില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഇവിടെ ഒരാൾക്ക് പോലും സെറ്റ് ആവാണ്ടിരിക്കും. അപ്പോഴാ രണ്ടുപേരൊക്കെ വെച്ചിട്ട് ആരാടാ? ആറായിരം. എടാ നീയാണോ എന്നെ ഇപ്പൊ ഇടിച്ചത് നേരത്തെ? ഇവിടേക്ക് ആൾക്കാരുണ്ടോ? എടാ ഞാൻ നിന്റെ നീ ഇൻവിസിബിൾ ആയിരുന്നു എനിക്ക്, ഞാൻ പേടിച്ചു പോയി പുല്ല്. ആരാ ഇതൊക്കെ? ബീറ്റ് മൈ ഗേൾ ബീറ്റാ? ഓക്കെ ഇതിനകത്ത് ആരാണ്? ഇത് മറ്റേ കസിൻസ് അല്ലേ? കസിൻസോ? അല്ല കഴിഞ്ഞ ട്വിൻസ് ആണോ നിങ്ങള്? ഇതിനകത്ത് ആരാണ് മന്ദാരത്തിന്റെ ഗേൾഫ്രണ്ട്? രണ്ടുപേരും. ഇല്ല നിങ്ങള് രണ്ടുപേരും മന്ദാരത്തിന്റെ ഗേൾഫ്രണ്ട്സോ? ഓ അപ്പൊ നിങ്ങക്ക് മറ്റേ രണ്ടുപേരും ഒരാളെ നോക്കണമെന്നുള്ള ഒരു ഇതുണ്ടല്ലേ? അത് പറ. എന്താണ് മന്ദാര ഇതൊക്കെ? ആ ഇതൊക്കെ എങ്ങനെ രണ്ടെണ്ണൊക്കെ? രണ്ടുപേരൊക്കെ എങ്ങനെയാണോ അത് ഒരുമിച്ച് സെറ്റ് ആക്കുന്നത്? അതും രണ്ടുപേർക്കും കുഴപ്പമില്ല, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണല്ലോ ഈ കഥ. അത് സംഭവം വെച്ചാല് ഈ സെറീന എന്റെ ആദ്യത്തെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു. അപ്പൊ സെറീന ഇതിന് പോയപ്പം ഒരു പഠിക്കാൻ പോയി. ഒരു ന്യൂസ് വന്നു സെറീന ഫ്ലൈറ്റ് ആക്സിഡന്റ് മരിച്ചു. അപ്പൊ തന്നെ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ അടുത്തന്നെ നോക്കി, അതല്ലേ കഥ? അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. ഓ മരിച്ചുപോയ ആളിനെ വെയിറ്റ് ചെയ്തിരുന്നു. അഥവാ വന്നാലോ? അതെ. അപ്പൊ കൊറേ കാലം വന്നപ്പോ ഈശ വന്നപ്പോ ഞാൻ ഈശയായിട്ട് സെറ്റായി. അപ്പൊ കുറച്ചു കാലം ഒരു ഈശയായിട്ട് സെറ്റായി 2 മാസം 3 മാസം കഴിഞ്ഞപ്പോ സെറീന തിരിച്ചു വന്നു. ആക്ച്വലി അപ്പൊ സെറീന ഒരു ബ്രേക്കപ്പ് ആക്കിയിട്ടില്ലല്ലോ. സെറീന എക്സിസ്റ്റൻസ് ഇല്ലാത്തോണ്ടല്ലേ ഈശയായിട്ട് സെറ്റായത്. അപ്പൊ എന്റെ മനസാക്ഷി രണ്ടുപേരും എനിക്ക് ചതിക്കാൻ പറ്റൂല, മനസ്സിലായി?
എന്റെ മനസാക്ഷി അതിന് സമ്മതിച്ചില്ല വല. കൊള്ളാം കൊള്ളാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് അവരോട് പറഞ്ഞു, നിങ്ങൾ സിംഗിൾ ആയിട്ടിരുന്നോ, ഞാൻ നിങ്ങൾക്ക് വേറെ ആരെയും, നിങ്ങൾ രണ്ടുപേരും വേറെ ആരെങ്കിലും നോക്കിക്കോന്ന് പറഞ്ഞു. മനസ്സിലായി? കാരണം എനിക്ക് രണ്ടുപേരും ചതിക്കാൻ കൊള്ളാറാ കൊള്ളാം. നടക്കട്ടെ, എന്തൊക്കെ കാണണം ജീവിതത്തില്. ആ ജോക്കിയണ്ണ വെൽക്കം. ജോക്കിയണ്ണ വെൽക്കം വെൽക്കം ജോക്കിയണ്ണ. ജോക്കേണ്ണ വെൽക്കം കേട്ടോ. ആ ഒരു ഉമ്മയും കൂടെ കൊടുക്കുന്ന പിന്നെ അത് ഉമ്മയല്ലല്ലോടാ അത്. എന്തൊക്കെയുണ്ട് ചോദിക്കണ്ട? സുഖമാണോ? ഞാനും എന്റെ കണ്ണൻ കുണ്ണയും ഇന്ന് ചാടും, അത്രേ ഉള്ളൂ. ഞാനും എന്റെ കണ്ണൻ കുണ്ണയും ചാടും. ചീത്ത വിളിക്കല്ലോ അളിയാ. അല്ല ഇത് സത്യം എന്തൊക്കെ തെറി വിളിക്കും ഇവൻ വന്ന് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴല്ലേടാ എന്റെ വായിന്ന് എന്തെങ്കിലുമൊക്കെ വരുന്നത്. ഇല്ല ഞാൻ ഇപ്പൊ എന്തോ ഒരു ഫാമിലി ഫ്രണ്ട്ലി ആണെന്നറിയാമോ? ഇവന് രാത്രി ആകുമ്പോ കഴുകീർന്നാണ് കേട്ടാ ഇവ വെറുതെ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കോ. കഴപ്പൻ. വീഡിയോ കോൾ കാണിക്കാൻ തരില്ലല്ലോ അവന്റെ. നിങ്ങളൊക്കെ ചാടാൻ പോണോ? ഓ ഞാനൊന്നും ഇല്ല എടാ, നിന്റെ കൂടെ ബൈക്ക് വന്നതിന്റെ ക്ഷീണ എനിക്ക് പറ്റൂലടാ. ഒന്നേ മറ്റേ ഞാൻ വരൂല, എനിക്ക് നിന്റെ വിശ്വാസമില്ല. ഇവിടെ വേറെ ആരെങ്കിലും കാണും. ആ കുട്ടി ഈ കുട്ടി ഇവന്റെ തോളത്തൊന്ന് കയറി, ഇവനൊന്ന് പാരച്ചൂട്ടിൽ ചാടണം. വാ വാ വാ. എന്തായാലും ഒന്നെങ്കിൽ മറ്റേ കോണി കയറണം, അല്ലെങ്കിൽ എനിക്ക് ഞാൻ ചാടുന്നത്, എനിക്ക് പാരഷൂട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചാടുമ്പോ അംശം പാട്ടിട്ടാലോ? ഇപ്പഴേ നീ ചാടല്ലേ പയ്യെ. കോച്ചേ ധൈര്യം എന്തൊരു പറയാനിത്. ജീവാംശമായി താഴെ. അയ്യോ ഞാനിപ്പോ ചാവൂല്ലോടാ, ഞാൻ വന്ന് കേറുന്ന ഏതെങ്കിലും സ്ലോപ്പിലായിരിക്കും. ചോദിച്ച ചില്ലറ കഴിയൊന്നും അല്ല കേട്ടോ കോച്ചത്. രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ ചാവാൻ പോന്നെ. എടാ ഇതെന്താടാ ഇത്? നീ നിനക്ക് തരാ ഞാൻ. നീ ചത്തില്ലേടാ? ഞാനല്ല. ജയടിയാനാ? എടേ നീയൊന്നും ഇന്നേ വരെ കാണാത്ത ഒരു സ്ഥലത്താണ് ഞാനിപ്പോ എത്തിയേക്കുന്നത്. ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിലേ ഇച്ചിരി പാടാ. ഇവിടെ നമുക്ക് എന്തും ചെയ്യാം കണ്ടാ. വില്ലുമോൻ ഇവിടെ. വില്ലുമോനെ ഇത് ഏതാ യൂണിവേഴ്സ്? വില്ലു എടാ ഇവനില്ലേ, ഇത് ഒറിജിനൽ വില്ലു അല്ല. ഒറിജിനൽ എടാ നീ മിണ്ടാത്തോണ്ട് ഞാൻ വിചാരിച്ചു നീ ഒറിജിനൽ വില്ലു അല്ലെന്ന്. എടാ നീ ഇപ്പൊ ശരിക്കും എവിടെ? ഇത് വേറെ യൂണിവേഴ്സ് അല്ലേ ഇതിപ്പം? ഹെൽപ്പ് ഇടായിരുന്നു. ഞാൻ ഹെൽപ്പിട്ട് നീ മിണ്ടാത്തോണ്ടല്ലേ ഞാൻ കുത്തിയത്. ഞാൻ വിചാരിച്ചു നിന്റെ അപരനായിരിക്കും. ആകെ കൂട്ടിനൊരുത്തനെ കിട്ടി, അവനെയാണെങ്കിൽ തട്ടുകയും ചെയ്തല്ലോ ദൈവമേ. ചത്തടിച്ച് മച്ചാനെ ഇതൊക്കെ എങ്ങനെ മച്ചു? ഇതെങ്ങനെ ഇതുവഴി വണ്ടി വരുന്നത്? ഇതുവഴി വണ്ടി വരുമല്ലോ മച്ചു. ശരിക്കും ഇതേതാ സ്ഥലം? ആർക്കറിയാം, ഞാൻ ഷോർട്ട് കട്ട് എടുത്ത് വരുന്നത്. മച്ചു നിങ്ങളാരാ മറ്റേ നിങ്ങളാരാ ശരിക്കും? സത്യം പറഞ്ഞ മനുഷ്യനാ അതോ ഏലിയൻ? അങ്ങനത്തെ മനുഷ്യൻ തന്നെയാണോ? പിന്നെ എങ്ങനെ ഇങ്ങനെ ഒരു ലോകത്ത് നിങ്ങള് ജീവിക്കുന്നത്? അതറിയത്തില്ല നമുക്ക്. ഓക്കെ നടക്കട്ടെ ബ്രോയുടെ പരിപാടി നടക്കട്ടെ. എങ്ങോട്ടാ പോന്ന ബ്രോ? ഞാനിപ്പോ മറ്റേ ഗരാജ് അവിടത്തെ
അയ്യോ ഇപ്പഴാണ് ഓ ബ്രോ ശരിക്കും റോട്ടിലൂടെ ആയിരുന്നല്ലേ പൊക്കൊണ്ടിരുന്നത്? അതെ. ഓക്കെ ഓക്കെ ഓക്കെ. എനിക്ക് ഇത്ര നേരം വേറെ സ്ഥലമായിരുന്നു. ഞാൻ അതാ വിചാരിച്ചത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഓടിച്ചു നടക്കുമെന്ന്. അത് എന്റെ ഒരു കൂടെ ഒരു പയ്യനോടുണ്ടായിരുന്നു അവിടെ. അവിടെ കണ്ടായിരുന്നോ? ഒരു ചത്തടക്കുന്നതാണ്. ആ കുഴപ്പമില്ല കുഴപ്പമില്ല, നമുക്ക് ഗാരേജിൽ പോയിട്ട് വണ്ടി എടുത്തിട്ട് അവനെ പിക്ക് ചെയ്യാം. യെസ് യെസ് യെസ്. ഓ നിങ്ങളപ്പോ പരലോകം കണ്ടോണ്ട്? ഞാൻ പരലോകല്ലേ, ഞാൻ നോക്കിയപ്പോ പരലോകത്തു നിന്ന് ഒരു വണ്ടിയൊക്കെ പോന്ന്. ആ സൂപ്പർ, എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ഞാനേ ബഗ്ഗായി പോയതാ. ഞാൻ ബഗ്ഗായത് ഒരു വണ്ടി എടുത്തു വരാം. ചില്ലാടി നിന്ന് അല്ലെ ചില്ലാടിലോട്ടൊന്ന് വലിച്ചിടാൻ പറ്റുമോ മണ്ടയിലോട്ട്? അവിടെ നിന്ന് ബഗ്ഗായി താഴെ വന്നേ. ഒരു വില്ലുമോനോടുണ്ടായിരുന്ന വില്ലുമോൻ, അവനും ബഗ്ഗായി താഴെ വന്നാണോ? അതെ അതെ, നമ്മള് മറ്റേ പരലോകത്തായിരുന്നേ കുറെ നേരമായിട്ട്. ആരും ഇല്ലാത്തൊരു സ്ഥലം. എല്ലാം കഴിഞ്ഞപ്പോ വന്നു. ആ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ ഓക്കെ. ആ വില്ലുമോനോടുണ്ടാ? വില്ലുമോൻ 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 വില്ലുമോൻ. ആ വില്ലുമോൻ വന്നോ? എടാ വില്ലു എവിടാ? വില്ലു എവിടാ? എടാ നമ്മളെത്തി നമ്മളെത്തി നമ്മളെത്തി. ഇത് അകത്തോട്ട് കയറാൻ പറ്റൂലല്ലേ? ഇപ്പോഴാണ് നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾ നീങ്ങാനായിട്ട്. പോയാ ഇവിടെ നിൽക്കുന്ന ഞാൻ അതിനകത്തുണ്ട്. ഇവിടെ മറ്റേ മാരേജ് ഒക്കെ നടക്കുന്ന സ്ഥലമില്ല അവിടെ? ആ ഞാൻ കണ്ടു ഇത് മനസ്സിലായി. ഇത് കുറച്ചു മുമ്പേ പരിചയപ്പെട്ടേ ഉള്ളൂ. മന്ദാരത്തിന്റെ 2 ഗേൾ ഫ്രണ്ട്സ് അല്ലേ ഇത്? എങ്ങനെയാണ് കുട്ടി നിങ്ങൾ രണ്ടുപേരും അക്സെപ്റ്റ് ചെയ്തത്? ഇത് എനിക്കൊന്നും അറിയാൻ. ഞാൻ പോകുമ്പോ ഇഷ്ട കാണും, ഇഷ്ട പോകുമ്പോ ഞാൻ കാണും, അങ്ങനെ. ഓ അപ്പൊ ഫുൾ ടൈം ഇവനിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കല്ലേ മന്ദാരത്തിന്? എന്താ മന്ദാരം, നിങ്ങൾ തന്നെ ഒതുങ്ങണം. ഇത് മൂന്നാമത് ഒരാളെ ഒതുങ്ങി അവനെ ഞാൻ ഒതുക്കും. അല്ല സിറ്റിയിൽ ഇനിയും ഇതേപോലത്തെ ട്വിൻസ് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ രണ്ടിലും ഇത് ഒതുങ്ങുക. അതെ അതെ, ലോകം അവസാനിച്ചു. ഇനി ഉണ്ടെങ്കിൽ മന്ദാരം ലോകം അവസാനിച്ചു. മന്ദാരത്തിന് അല്ലെങ്കിൽ നമ്മൾ അവസാനിപ്പിക്കും. അതെ 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 അതെ, അവസാനിപ്പിക്കണം കേട്ടോ. എങ്കിലും എങ്ങനെയാണ് ഇംപ്രസ്ഡ് ആയത് നിങ്ങൾ? ഞാനൊരു കാര്യം പോട്ടെ. അപ്പൊ നിങ്ങൾ ആ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. അപ്പൊ എന്റെ ഡൗട്ട് എന്ന് വെച്ചാല് നിങ്ങൾ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടപ്പോഴാണല്ലോ മറ്റേ ആൾക്കും ഇഷ്ടപ്പെട്ടത്? ആദ്യം ഇഷ്ടപ്പെട്ടത് ആർക്കാണ്? അപ്പൊ ആർക്കാണ്? അപ്പൊ സെറീനക്ക് ഇഷ്ടപ്പെട്ടപ്പം ഈ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു. അയ്യോ മന്ദാരം, നമ്മുടെ 1 year ആനിവേഴ്സറി. അപ്പൊ ഒരു ആനിവേഴ്സറി മന്ദാരം 1 year എങ്ങനെ ആവോടാ? 1 year എങ്ങനെയാ? ഈ സമയത്തൊക്കെ പ്രശ്നങ്ങളാണ് കഴിഞ്ഞ വർഷം. ഇപ്പൊ പ്രശ്നത്തിന്റെ ഇടയിലല്ലേ വന്നത്? അല്ല ഞാൻ കാര്യം പറ്റ. അപ്പം ഒരാള് 1 year ഒരാള് നമ്മൾ എവിടെ ഒരുമിച്ച് പോലും ചാവൂന്ന് ഉറപ്പായിട്ടോ. പിന്നെ ഇനി കൊന്ന് കൊല്ലാൻ തന്നെ നമുക്ക് ഈ പെണ്ണാളി പരിപാടിക്കൊക്കെ നിക്കണോ? അല്ലെ കൊല്ല് മാത്രം ചെയ്യരുത് വയ്യ. കണ്ണാപ്പി സൂസൈഡ് ചെയ്യാൻ വന്നൊരു വീഡിയോ ഉണ്ട്, അയച്ചുതരാം. ഒരു മിനിറ്റ് അതൊന്ന് കണ്ടോട്ടറാ. മന്ദാരം നയിക്കാനാണ് ഞാൻ ബാലിന് വേറെ സാധനം. അല്ലല്ല ഞാൻ മന്ദാരം നീ അയച്ചു, വേറെ സാധനം കൂടെ അയക്കും. 50 അയച്ചത് അയക്കടാ എന്താടാ അയക്കടാ കാണട്ടാ. അതൊക്കെ എന്തോ വീഡിയോ കണ്ണാപ്പിയുടെ. അത് ആ ബാല മറ്റേ 311 ഇട്ടിട്ട് ഇരിക്കൂല്ലോ മറ്റേ ചന്തി കാണിച്ച്. എങ്ങോട്ടാ? എടാ കൊല്ലാനാണെങ്കിൽ ഉണ്ടല്ലോ. എടാ നീ 2 വട്ടമാണ് എന്നെ കൊന്നത്. 2 വട്ടം. ഇനി നിനക്ക് എന്നോട് വന്നാ ചാവും തോന്നുന്നുണ്ട്. ഉറപ്പായിട്ടും തോന്നുന്നുണ്ട്. മന്ദാരത്തെ വണ്ടിയാണേ പോവല്ലേ? ഇല്ല
ബാല കഴപ്പാണ് കാണിക്കുന്നത്. എടാ ഇത് ഞാൻ ചാവാൻ തോന്നുന്നുണ്ടോ കാരണം വണ്ടി. എടാ 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 അളി ഇത് ചാവാനാടാ. എനിക്ക് വയ്യ എനിക്ക് ചത്ത് ഇങ്ങനെ അരമണിക്കൂർ ചത്ത് കിടക്കുന്ന വയ്യ. അതുകൊണ്ടാ. ഇല്ല ഇനി കൂളായിട്ട് അത് ഞങ്ങള് പോയിട്ടേ അളിയാ പല കണ്ണനെ HTR ഓടിക്കുന്ന സമയത്ത് അറിയാം അളിയ നീ ഇങ്ങനെ പേടിക്കല്ലേ അളിയാ. നീ കഥയും പറഞ്ഞിട്ടാണ് എന്നെ മറ്റേ വണ്ടർലയില് കൊണ്ടുപോകുന്ന പോലെ നിരക്കിയെടുത്തത്. ബാല ഗീക്ക് ബോക്സ് എന്ന് പറഞ്ഞ PC എടുക്കുന്നേ ഉള്ളു. ആലോചിക്കണം. ഞാൻ PC കാണുന്ന സമയത്ത് നീ ജനിച്ചിട്ടില്ല കേട്ടറാ. എടാ എന്താടാ ഞാൻ PC കാണുന്ന സമയത്ത് നീ ജനിച്ചിട്ടില്ല. നിനക്ക് ഏത് വയസ്സിലാ PC ഉണ്ടായിരുന്നു? 2005 2005 PCയോ? പിന്നെ 2005 മുതൽ PC ഉണ്ട് വീട്ടില്. 2005 മുതൽ PC ആണ്. നീ ഉപയോഗിക്കാൻ തുടങ്ങി എത്ര മണി? ഉപയോഗിക്കാൻ തുടങ്ങിയത് 2007 ഉപയോഗിക്കാൻ തുടങ്ങി. എനിക്ക് 2008 PC. പോടാ 2007. എനിക്ക് 2008 PC ഉണ്ടായിരുന്നു. ഒരു ചിരിയോഞ്ചാലും ഇത് ഒത്തിരി നില ഇറങ്ങണമല്ലേ താഴോട്ട്? ഇതെപ്പോ എത്താൻ നമ്മള് താഴെ? അത് ഒരു റൗണ്ടോടെ കറങ്ങിയാ മതിയോ? എന്നാ നീ ഞാൻ ഒരു കാര്യം പറഞ്ഞു. നീ ഒരു റൗണ്ടോടെ ഒന്ന് കറങ്ങിട്ടോ. നമ്മളിറങ്ങിയാണേ ലൂപ്പിലിട്ട് കോടിക്കോ അളി. ഇത് എന്തൊരാളി കൊല്ലടാ. നീ പേടിക്കല്ലേ ഇത് ചത്തളിയാ നമ്മൾ ഈ ഇറക്കം ഇറക്കിയാളിയാ. ജീവിതത്തിൽ റിസ്ക് എടുത്തവരൊക്കെ വിജയിച്ചിട്ടുള്ളൂ. ഈ ഇറക്കം പക്ഷെ മണ്ടത്തരം എടുത്തിട്ട് വിജയിക്കണോ നമ്മള്? ആണത്തരം കാണിച്ചിട്ടാണോ? മണ്ടത്തരം കാണിക്കുന്നല്ലേ നീ ഇപ്പൊ എന്നോട് ഉദ്ദേശിക്കാൻ കാണിച്ചിട്ടാണോ? ഞാൻ ആക്സിഡന്റ് കൊടുക്കുന്നില്ല തന്നെ പോണേ. അവിടെ ഒരു ചലഞ്ച് ആക്സിഡന്റും ബ്രേക്കും പിടിക്കാൻ താഴെ എത്തിക്കണോ? ഇപ്പൊ ബ്രേക്ക് പിടിച്ചല്ലേ? ബ്രേക്ക് പിടിച്ചല്ലോ. മരിക്കോളി. എനിക്ക് മരിക്കാൻ വയ്ക്കറിയാം. നമ്മൾ അല്ലേലും മരിച്ചല്ലേ. ഇപ്പൊ നീ മരിച്ചെന്ന് വിചാരിക്കും. ഇവിടാണ് ജോർജ് കുട്ടിയുടെ ട്വിസ്റ്റ്, യഥാർത്ഥ ട്വിസ്റ്റ്. നമ്മുടെ പഴയ ബൈക്ക് കിടക്കുന്നു. പഴയ ബൈക്ക് കിട്ടിയടാ. പഴയ ബൈക്ക് ഒരു ബൈക്ക് എനിക്ക്. അല്ല ഇത് നമ്മൾ ആദ്യം വന്ന ബൈക്കല്ലേ ഇത്? അല്ലല്ലല്ല ഇത് വില്ലുപോന്റെ. അല്ല ഇത് കേരള അത് കേറണ്ട. അപ്പൊ ഒരുമിച്ച് പോവാ. എന്തിനാടാ ചാവെന്ന് വെറുതെ? രണ്ട് ബൈക്ക് വേണ്ടല്ലേ? ഒരു ബൈക്ക് നീ ആ ബൈക്ക് എടുത്തോ, ഞാൻ ഈ ബൈക്ക് പോ. ഇനി 2005 തൊട്ട് PC ഉള്ള സ്കില്ല് നോക്കാളിയാ. അത്ര ഉള്ളളിയാ. 2005 മുതൽ പിന്നെ മൂഞ്ചാനിരിക്കാന്ന് വിചാരിച്ചോ? എന്നാ പിടി. നമ്മള് താഴെ എത്തിയില്ലടാ. എന്നാ പിടി. നിനക്ക് 2 വട്ടം നീ ബാക്ക് ഫ്ലിപ്പ് കറക്കി അടിക്കാൻ പറ്റുമോ ബൈക്ക്? പിന്നെന്ത് 2 വട്ടോ? എവിടെന്നാ കറക്കണ്ടെന്ന് പറ. അത് നിനക്ക് ഇഷ്ടമുള്ളിടത്തൊന്ന് 2 വട്ടം കറങ്ങണം. പക്ഷെ 2 വട്ടം അത് ഇച്ചിരി പാടാണല്ലോടാ. 2 വട്ടം കറക്കണമെങ്കിൽ. ഞാൻ ചെയ്തിട്ടുണ്ടല്ലേ. അതല്ല ഇപ്പൊ സ്ഥലമൊക്കെ കുറവല്ലടാ. അയ്യോ മരത്തിൽ കയറിയില്ലടാ. അയ്യോ അയ്യോ ബഗ്ഗായി ഡെഡായി. ഒരു പയ്യൻ ചാവുന്ന നോക്കട്ടെ. ഇത് ബാലിന്റെ മിസ്റ്റേക്കാണ്. ബാലിന്റെ മിസ്റ്റേക്കാണ്. ഇത് ബാലിന്റെ മിസ്റ്റേക്കാണ്. ബാല ബാല ഗോഡ് മറ്റേ അടിച്ച് നോക്കണോ?
ഇനി ഹെൽപ്പ് ഇട്ട ഗോഡ് തന്നെ തള്ളിക്കുളിക്കും. 2005 മുതൽ PC ഉള്ള സമയത്തേടാ, അന്ന് GTA 5 ഇല്ലായിരുന്നല്ലോടാ, അതുകൊണ്ടാണ് കറങ്ങാൻ പറ്റാതെ. 2005 മുതൽ കളിക്കുന്നതല്ലേടാ നമ്മള്. എന്തായാലും ചില്ലാടി തൊട്ട് താഴെ വരെ. ചില്ലാടി തൊട്ട് ഗേൾഫ്രണ്ട് ആണെങ്കിൽ ഒരു പുറത്തിരിക്കാം. ഗേൾഫ്രണ്ട് അല്ലല്ലോ, ഗേൾഫ്രണ്ട് ആണെങ്കിൽ ഓർത്തിരിക്കാമെന്നോ. ചില്ലാട് തൊട്ട് താഴെ വരെ TV ഉള്ളവരുടെ ബോഡീസ് ആണെന്നോ. YCT ആണ് ഒരു കയ്യിൽ നോക്കാൻ. സത്യം നമ്മൾ 2005 ആ സമയത്തൊക്കെ 2007 കളിച്ചു തുടങ്ങിയ സമയത്ത് GTA എന്ന് പറയുമ്പോൾ YCT മാത്രമേ ഉള്ളായിരുന്നു. YCTയും വേറെ ഇതൊക്കെ ആയിരുന്നു. YCTയിലാണെങ്കിൽ നമ്മള് ഇപ്പം പറഞ്ഞ 2 ഫ്ലിപ്പ് അല്ല, ഒരു 5-6 ഫ്ലിപ്പൊക്കെ ഒരുമിച്ച് അടിച്ചൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. നമ്മുടെ ആ പാലത്തിന്റെ അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടല്ലോ, അവിടെ ഇട്ട് ഒരു 5 ഫ്ലിപ്പ് വരെ അങ്ങ് അടിക്കുമായിരുന്നു. റെക്കോർഡായിരുന്നു അതൊക്കെ അങ്ങ് പണ്ട്. ഇന്നൊന്നുമല്ല, 2007 വല്ല YCT ഒക്കെ ആയിരിക്കണം. അടിച്ച് കറക്കി കൈ കൊടുക്കത്തില്ലായിരുന്നു നമ്മള്. പാലിനപ്പം എത്ര വയസ്സുണ്ട്?